വൈഫും കുട്ടിയും വന്ന് ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഉവ്വാ, അപ്പോഴാണ് അവര് ചവിട്ടി കൊച്ചിനെ കൈകൊണ്ട് പിടിച്ച് വലിച്ചെറിഞ്ഞേക്കണ്. അപ്പൊ എല്ലാം കൂടെ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ തിരിച്ച് അവരിതാക്കി. പക്ഷെ എന്ന് വെച്ചാൽ 10 പേര് മുന്നിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവര് എന്നെ നിലത്തിട്ട് അടിച്ചു, എന്റെ തലയമ്മ ഇവിടെ ഒക്കെ ചവിട്ടി, കൈയുടെ കൂടെ ഒക്കെ പാടുണ്ട്. അവര് ചവിട്ടി എന്റെ ഇതൊക്കെ, എന്റെ കൈ വിരല് ഇങ്ങനെ തിരിച്ച് ഓടിച്ചു അവരുടെ സ്റ്റാഫുകള്. അച്ഛാ ദിലീപിന്റെ ഗുണ്ടകള്, അവര് അത്രയും പറഞ്ഞേ ദിലീപിന്റെ ഗുണ്ടകളാന്ന് പറഞ്ഞേ. അവരൊക്കെ ഈ ഷർട്ടൊക്കെ അവര് വലിച്ചു കീറി. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം. അത് നമ്മുടെ സ്വന്തം നാട്ടില്. ഈ സ്വന്തം നാടെന്ന് പറയുന്നത് എന്ത് അർത്ഥം, എന്ത് ഇതുണ്ട് അർത്ഥമുണ്ട്? കലാമണിയുടെ നാട് എന്ന് പറയുന്നത് എന്ത് അർത്ഥമുണ്ട്? ഈ ഗുണ്ടകൾ വിളയാടുന്ന നാട്ടില് എങ്ങനെ ജീവിക്കും? ദിലീപ് എന്ന് പറഞ്ഞ ഗുണ്ട, എനിക്ക് ദിലീപിന് ഇഷ്ടമായിരുന്നു, ഇപ്പൊ വെറുത്തു. ഈ ദിലീപ് എന്ന് പറഞ്ഞ ഗുണ്ടനെ പേടിച്ച് ആരും പുറത്തിറങ്ങാണ്ടിരിക്കണം. ഇവിടെ കുട്ടികൾക്കും ഇനി നാളെ ഇന്ന് എനിക്ക് വന്നു, നാളെ നിങ്ങൾക്കും വരാം ഈ അവസ്ഥ. നിങ്ങൾ ആരോട് പോയി പരാതി പെടും? സ്റ്റേഷനിൽ പോയിരുന്ന് ഒരാൾ എന്നോട് ചോദിച്ചിട്ട് എന്താ സംഭവിച്ചതെന്ന്. അവരുടെ ഭാഗം കേസ് എഴുതി. ഇപ്പൊ എന്റെ പേരിൽ അവർ കേസ് എഴുതിയേക്കാണ്. ഞാൻ അവനെ എന്തോ കൊല്ലാൻ ശ്രമിച്ചു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ തല്ലിയതിനും എന്റെ വൈഫിനും കൊച്ചിനും പറ്റിയതിനും ഒന്നും ചോദിക്കാനോ പറയാനോ ഒന്നുമില്ല. നമ്മ പിന്നെ ഈ നാട്ടുകാരനാന്ന് പറഞ്ഞു നടന്നിട്ട് എന്താ കാര്യം? ഞാൻ ചേട്ടനെ പിടിച്ചു മാറ്റാൻ ഒരു പെണ്ണാണ് ഇത്രയും ആണുങ്ങളുടെ ഇടയിൽ പിടിച്ചു മാറ്റുന്നത്. പ്രായമുള്ള ആണുങ്ങൾ വരെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ആൾക്കാർ വരെ ഉണ്ട്. ഇവർക്കെങ്കിലും അതൊന്ന് മാറ്റി നിർത്താനോ, അല്ലെങ്കിൽ ഈ ആമ്പിള്ളേര് ഇവർക്കുണ്ടാവില്ല അമ്മയും പെങ്ങാമാരും ഒന്ന് ഒരു ഇത്രയും ആണുങ്ങളുടെ ഇടയിൽ ഒരു പെണ്ണ് കെഞ്ചി കാല് പിടിക്കുന്നോട്ട് കരയുമ്പോൾ അവർക്കൊന്ന് ഒതുങ്ങിക്കൂടെ. പിന്നെയും ഇവര് നിന്നെ ഞാൻ കാണിച്ചില്ല, കൊല്ലോടാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ മേത്തോട്ട് ചാടി കയറുകയാണ് ചെയ്തത്. എല്ലാവർക്കും നല്ല നമസ്കാരം. ചലച്ചിത്രതാരം ദിലീപിന്റെ ഉടമസ്ഥതയിൽ ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന ഡി സിനിമാസിൽ ഇന്നലെ സിനിമ കാണാനെത്തിയ മേലൂർ കുന്നപ്പള്ളി സ്വദേശികളായിട്ടുള്ള കുടുംബത്തിന് നേർക്ക് തിയേറ്റർ ജീവനക്കാരുടെ അതിക്രമമുണ്ടായെന്ന് പരാതി. എന്നാൽ തങ്ങളുടെ ജീവനക്കാരനെ കുന്നപ്പള്ളി സ്വദേശി ക്രൂരമായി മർദ്ദിക്കുകയും ചെവി കടിച്ചു മുറിക്കുകയും ഇതിനെ തുടർന്ന് ജീവനക്കാർ നൽകിയ പരാതിയിന്മേൽ ചാലക്കുടി പോലീസ് കേസെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജെഫേഴ്സ് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്, ഇന്നലെ വ്യാഴാഴ്ച മേലൂർ കുന്നപ്പള്ളിയിൽ താമസിക്കുന്ന കോച്ചേരി വീട്ടിൽ ഷാജി മകൻ ജിഷ്ണു 31 വയസ്സ്, ഭാര്യ 5 വയസ്സുകാരൻ മകൻ ആയാൻഷ് എന്നിവർ ചേർന്ന് ചാലക്കുടിയിൽ ഷോപ്പിങ്ങിന് പോയി. ഷോപ്പിങ്ങിന് ശേഷം സിനിമ കാണാനായി പദ്ധതിയിടുന്നു. തിയേറ്ററിലെ നമ്പർ കളക്ട് ചെയ്ത് ഡി സിനിമാസിലെ നമ്പർ സൈറ്റിൽ നിന്നും കളക്ട് ചെയ്ത് തിയേറ്റർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് അവിടെ കളിക്കുന്ന സിനിമകളെക്കുറിച്ച് ചോദിക്കുന്നു. ഏത് സിനിമയാണ് നല്ലതെന്നും ഏറ്റവും കൂടുതൽ തിരക്കുള്ള സിനിമ ഏതാണെന്നാണ് ജിഷ്ണു ചോദിച്ചത്. ബേബി ഗേൾ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസായിട്ടുണ്ടെന്നും അതിന് വലിയ തിരക്കാണ്, അതുകൊണ്ട് തന്നെ പ്ലാറ്റിനം ടിക്കറ്റ് എടുക്കണമെന്നുമായിരുന്നു തിയേറ്റർ ജീവനക്കാരുടെ മറുപടി. പ്ലാറ്റിനം ടിക്കറ്റിന് 300 രൂപയാണ്. ഡി സിനിമാസിൽ 2 തരം ടിക്കറ്റുകളാണ്, ഒന്ന് 150 രൂപയുടെയും ഒന്ന് 300 രൂപയുടെയും. തിരക്കുള്ളതുകൊണ്ട് പ്ലാറ്റിനം ടിക്കറ്റ് എടുക്കേണ്ടി വരും എന്ന നിർദ്ദേശത്തെ തുടർന്ന് ഈ ജിഷ്ണുവും കുടുംബവും ഡി സിനിമാസിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ കൗണ്ടറിൽ നിന്നും പ്ലാറ്റിനം ടിക്കറ്റ് ജിഷ്ണുവും ഭാര്യ 5 വാങ്ങിക്കുകയും മകനും ഒരുമിച്ച് തിയേറ്റർ ഹാളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. എന്നാൽ തിയേറ്ററിനകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ കാണുന്ന അവസ്ഥ, വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഈ സിനിമ കാണാനായിട്ട് വന്നിട്ടുള്ളത്. സിനിമ തുടങ്ങിക്കഴിഞ്ഞിട്ടും ഇത്ര കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നിട്ടും തങ്ങളെ കൊണ്ട് എന്തിനാണ് ഈ 300 രൂപയുടെ പ്ലാറ്റിനം ടിക്കറ്റ് തിയേറ്റർ ജീവനക്കാർ ഇടിപ്പിച്ചത് എന്നുള്ളൊരു ചോദ്യം ഭാര്യയോട് ചോദിക്കുകയും, നിങ്ങൾ എന്തായിരുന്നാലും ഇവിടെ നിൽക്ക്, ഞാൻ താഴെ പോയി ഈ കൗണ്ടറിൽ നിന്നും ഈ ടിക്കറ്റ് ചേഞ്ച് ചെയ്ത് 150 രൂപയുടെ ടിക്കറ്റാക്കി വരാം എന്ന് പറഞ്ഞിട്ടാണ് ജിഷ്ണു ഈ തിയേറ്റർ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. എന്നാൽ കുറേ സമയമായിട്ടും ജിഷ്ണുവിനെ കാണാതിരുന്നപ്പോൾ ഭാര്യ 5 താഴേക്ക് ചെല്ലുമ്പോൾ കാണുന്ന അവസ്ഥ, ഏകദേശം 15ഓളം ജീവനക്കാർ ചേർന്ന് ഈ ജിഷ്ണുവിനെ ആക്രമിക്കുകയാണ്. ഈ ആക്രമണത്തിൽ നിന്നും ഈ ജീവനക്കാരുടെ വിടുതലിൽ നിന്നും ജിഷ്ണുവിനെ വിടുവിക്കുന്നതിന് വേണ്ടി ഭാര്യയും മകനും ശ്രമിച്ചപ്പോൾ അവർക്കും മർദ്ദനമേറ്റു. ഇതിനെ തുടർന്ന് രംഗം വളരെയധികം കലുഷിതമായി. ഈ 15 പേർ ചേർന്ന് ജിഷ്ണുവിനെ അതിക്രൂരമായി മർദ്ദിക്കുകയാണ്. തുടർന്ന് ഇവർ പോലീസിനെ വിളിച്ചറിയിച്ചു. പോലീസ് വന്ന് ജിഷ്ണുവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ജിഷ്ണുവിനെതിരെ തിയേറ്റർ ജീവനക്കാർ നൽകിയ പരാതിന്മേൽ കേസെടുക്കുകയുമാണ് ഉണ്ടായതെന്നാണ് ജിഷ്ണുവിൽ നിന്നും അറിയാൻ സാധിച്ചത്. എന്നാൽ തിയേറ്റർ ജീവനക്കാർ പറയുന്നത്, ഈ സിനിമ കാണാനായിട്ട് ജിഷ്ണുവും കുടുംബവും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആരും പ്ലാറ്റിനം ടിക്കറ്റ് എടുക്കണമെന്ന് ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. ജിഷ്ണു തന്നെയാണ് ഈ പ്ലാറ്റിനം ടിക്കറ്റ് 300 രൂപ കൊടുത്ത് വാങ്ങിയത്. അതിനുശേഷം തിയേറ്ററിൻ്റെ അകത്ത് നിന്ന് സിനിമ തുടങ്ങിയതിന് ശേഷം കൗണ്ടറിൽ വന്ന് ഈ ടിക്കറ്റ് മാറ്റണം എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ജീവനക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ടിക്കറ്റ് നിലവിൽ എടുത്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമില്ല. അതിന് തിയേറ്ററിൻ്റെ മുകളിൽ ബന്ധപ്പെട്ട ആളുകളാണ് ചെയ്യേണ്ടത്. ഞങ്ങൾക്കിവിടെ ഈ ചാലക്കുടിയിൽ ഇതുമായി ബന്ധപ്പെട്ട് തിയേറ്ററിനുള്ളിൽ അങ്ങനെ ഒരു സംവിധാനമില്ല. അതുകൊണ്ട് നിങ്ങൾ എടുത്ത ടിക്കറ്റിൽ ഇരുന്ന് സിനിമ കാണൂ എന്നാണ് പറഞ്ഞത്. എന്നാൽ
അവിടെ നിന്നും ജിഷ്ണു വളരെ അസഭ്യം നിറഞ്ഞ വാക്കുകൾ പ്രയോഗിക്കുകയും ഞങ്ങൾ ജീവനക്കാരെ മർദ്ദിക്കുകയും ഒടുവിൽ സംഘട്ടനമാവുകയും ഇതിനിടയിൽ ജിഷ്ണു തങ്ങളുടെ ജീവനക്കാരൻ്റെ ചെവി കടിച്ചു മുറിക്കുകയും അതിനെ തുടർന്നാണ് ഞങ്ങൾ പോലീസിനെ അറിയിച്ചത്. പോലീസ് വന്ന് ഞങ്ങൾ നൽകിയ പരാതിയിൽ ജിഷ്ണുവിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന കാര്യമാണ് തിയേറ്റർ ജീവനക്കാരിൽ നിന്നും അറിയാൻ സാധിച്ചത്. പക്ഷേ ഇതെല്ലാം തന്നെ ഈ ജിഷ്ണുവും ഭാര്യ അഞ്ജുവും തള്ളിക്കളയാണ്. ഞങ്ങൾക്ക് നേരെ വ്യാജ പരാതി കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊന്നല്ല, എൻ്റെ ഭർത്താവിനെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്ന് അഞ്ജു നേരിട്ട് കണ്ട് കാര്യം ജെഫേസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജിഷ്ണു പറയുന്നത് ഈ ചാലക്കുടിയിലെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും വ്യക്തികൾ ഇല്ലാത്ത കാര്യമാണ്, എന്നാലും പറയുകയാണ്, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഗുണ്ടകളെ പോലുള്ള ആളുകളെ കൊണ്ടുവന്ന് ആക്രമിക്കുകയാണോ ചെയ്യേണ്ടത്? ഫാമിലി ആയിട്ട് സിനിമ കാണാൻ വരുന്ന ആളുകൾക്ക് നേരെ ഇതുപോലെ ഗുണ്ടകളെ കൊണ്ടുവന്ന് ആക്രമിക്കുകയാണോ ചെയ്യേണ്ടിയിരുന്നത്? പോലീസില്ലേ? എന്തുകൊണ്ട് ഇവർ പോലീസിനെ അറിയിച്ചില്ല? അടിയും മർദ്ദനവും എല്ലാം കഴിഞ്ഞ് തൻ്റെ ഭാര്യയും മകനും വന്നു ചേർന്നതിന് ശേഷമാണ് ഇവർ പോലീസിനെ അറിയിക്കുന്നത്. അതിനു മുൻപ് യാതൊരുവിധ നടപടിയോ ഇടപെടലോ പോലീസിനെ വിളിക്കാനോ മറ്റു കാര്യങ്ങൾ ബന്ധപ്പെടാനോ ഒന്നും തന്നെ ഈ തിയേറ്റർ ജീവനക്കാർ ശ്രമിച്ചിട്ടില്ല. ഇവർ ഇത് വ്യാജ പരാതിയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കും എൻ്റെ കുടുംബത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണത്തിനെതിരെ പോലീസ് കൃത്യമായി തന്നെ ഇടപെടലുണ്ടാകണം, പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടികൾ സ്വീകരിക്കണം. എന്നാൽ ജിഷ്ണുവിന്റെ ഭാര്യ നൽകിയ പരാതിന്മേൽ പോലീസ് കേസെടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് തിയേറ്റർ ജീവനക്കാരിൽ നിന്ന് വന്ന ഒരു വീഴ്ച എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ടും തിയേറ്ററിനുള്ളിലകത്ത് പ്രശ്നങ്ങളോ മറ്റു സംഗതികളോ ഒക്കെ ഉണ്ടാകാം. പക്ഷെ എന്തുകൊണ്ട് ഈ സംഭവം ഉണ്ടായ ഉടനെ പോലീസിൽ അറിയിച്ചില്ല? ഇവർ സംഘം ചേർന്നുകൊണ്ട് ഈ കുടുംബത്തിനെ എന്തിനാണ് ആക്രമിച്ചത്? എന്താണ് അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ? CCTV ദൃശ്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ CCTV ദൃശ്യങ്ങൾ ആ ഭാഗത്ത് ഇല്ല എന്നാണ് മാനേജറിൽ നിന്നും എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മാനേജർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജിഷ്ണു അവിടെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, മദ്യപിച്ച് ഞങ്ങളുടെ ജീവനക്കാർക്ക് നേരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ പോലീസിനെ അറിയിക്കാനുള്ള ഉത്തരവാദിത്തമല്ലേ? എന്തുകൊണ്ട് അറിയിച്ചില്ല? CCTV ദൃശ്യങ്ങൾ ഇതുപോലെയുള്ള തിയേറ്ററിനകത്ത് ഉണ്ടാകില്ലേ? എന്തുകൊണ്ട് CCTV ദൃശ്യങ്ങൾ ഇല്ല എന്ന് പറയുന്നു? ഇതാണ് പ്രധാനമായും ജിഷ്ണുവും ഉന്നയിക്കുന്നത്. എന്നെയും എൻ്റെ കുടുംബത്തെയും സിനിമ കാണാൻ വരുന്ന, ഇങ്ങനെ കലാഭവൻ മണിയുടെ നാട്ടിൽ ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി നടത്തുന്ന ഈ തിയേറ്ററിൻ്റെ ഉള്ളിൽ ഈ ഗുണ്ടാ വിളയാട്ടമാണോ, ഗുണ്ടകളെ വെച്ചിട്ടാണോ ഈ തിയേറ്റർ ഓടിക്കുന്നത്? ഇതാണ് ജിഷ്ണു പ്രധാനമായിട്ടും ചോദിക്കുന്നത്. ഇന്ന് എനിക്ക് എൻ്റെ കുടുംബത്തിനാണ് വന്നിട്ടുള്ളതെങ്കിൽ നാളെ നിങ്ങളുടെ കുടുംബത്തിന് നേർക്കും ഇതേ വിഷയം ഉണ്ടാകാം. എന്തിനാണ് ഇങ്ങനെ ഒരു ചെറിയ വിഷയം ഇതുപോലെ തന്നെ പർവ്വതീകരിച്ച് ഇതുപോലുള്ള ആളുകളെ കൊണ്ടുവന്ന് ഞങ്ങളെ ആക്രമിക്കുന്നത്? സിനിമ കാണാൻ വന്നവർക്ക് നേരെ, ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ കാണാൻ വന്നവർക്ക് നേരെ ഇതുപോലുള്ള ഒരു ആക്രമണം എന്തിനുണ്ടാക്കി, എന്തിനു സൃഷ്ടിച്ചു? ഇതാണ് ഈ കുടുംബം ചോദിക്കുന്നത്.